സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണെന്നറിയാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരെയും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന്. അപ്പൊ എല്ലാവരും നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായി നമ്മളുടെ ഡ്രീം മൊമെന്റ് ആയ 50K എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ബാക്കിയാണ്, ടേബിൾ ക്രിയേഷൻ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഒരുപാടുണ്ട്. അപ്പൊ ഈ 2 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കണം എന്നുള്ളവര് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന കാര്യം ചിലപ്പം 2, 3, 4 തവണ ഞാൻ പറഞ്ഞു തന്നിരിക്കും. ആ ഒരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളിൽ അത് എത്തണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. അപ്പം ഒരു തവണ പറഞ്ഞു പോകുന്നതാണ് എനിക്കും നല്ലത്. കാരണം നിങ്ങൾക്കത് വീണ്ടും കാണണമെങ്കിൽ സ്കിപ്പ് അടിച്ച് കണ്ടാൽ മതി. പഠിച്ചില്ല ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾക്കും കാണാൻ. അപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്കും സമയം നഷ്ടമാണ്. പക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടെ അത് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് പഠിക്കണം, 2 മിനിറ്റ് കൊണ്ട് പഠിക്കണം എന്നൊക്കെയുള്ളവർക്ക് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകൾ കാണുക. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പം കുറച്ച് ക്ഷമയും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മൾ എപ്പോഴും ക്ലാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവര്, അങ്ങനെ മാറ്റിവെച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അങ്ങനെ മാറ്റിവെച്ച ഒരുപാട് പേര് പുതിയതായിട്ട് ലാപ്ടോപ്പ് വരെ വാങ്ങി പഠിച്ചു, നല്ല എക്സ്പേർട്സ് ആയി. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജായിട്ടും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അത് പറഞ്ഞത് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണിത്. എങ്കിലും ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. ഇൻട്രോ കുറച്ചു കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇൻട്രോയിൽ മാത്രമല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി ഒരു വിശേഷം ഒന്ന് പറയാമെന്ന് ഓർത്തത്. അപ്പം അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവര് നേരെ സ്കിപ്പ് അടിച്ചിട്ട് ക്ലാസ്സിലോട്ട് മാത്രം അങ്ങ് പോവുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന്റെ ബാക്കി കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ റോ ആഡ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ബിഫോർ ദാറ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു MS വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യമാണ്, കേൾക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. നമ്മൾ അത്രത്തോളം പഠിച്ചു പോക്കോളും. കാരണം നമ്മൾ കേൾക്കുന്ന അനുസരിച്ച് നമ്മളത് മറന്നു പോകത്തില്ല. പിന്നെ പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലോട്ട് വരുന്നവർക്കും അത് യൂസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പം നേരത്തെ ക്ലാസ് അപ്പൊ ഇതൊക്കെ അറിയാവുന്നവര് നേരെ MS വേർഡ് ഒക്കെ ഓപ്പൺ ചെയ്ത് ക്ലാസ് കേൾക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരുന്നോ. അപ്പൊ നമുക്ക് MS വേർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല് MS വേർഡിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അപ്പൊ ഐക്കൺ എന്ന് പറഞ്ഞാല് MS വേർഡിനെ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പിക്ചേഴ്സ്, അതിന് പറയുന്ന പേരാണ് ഐക്കൺ. അപ്പൊ MS വേർഡിന്റെ ഒരു ഐക്കൺ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് ഈ കാണുന്ന സ്ക്രീനാണ്. നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ആയി വരുമ്പോൾ ഈ കാണുന്ന സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പം ഡെസ്ക്ടോപ്പില് നമുക്കൊരു ഐക്കൺ, MS വേർഡിന്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിന്റെ ഒക്കെ ഐക്കൺ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് MS വേർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ വേർഡ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് ഇങ്ങനെ ഒന്ന് വെക്കുക. ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MS വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതിനിപ്പോ പവർ പോയിന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സൽ ആയിക്കോട്ടെ, ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫോൾഡർ ആയിക്കോട്ടെ, ഇതിനെയെല്ലാം ഏതൊരു കാര്യത്തിനെയും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പ് സെയിം ആണ്. ആ ഫയലിലോട്ട് മൗസ് കൊണ്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ഫയൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോൾഡർ അത് ഓപ്പൺ ആയി വരും. ഇപ്പൊ നമ്മൾ MS വേർഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കാണുന്ന ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ്. അതായത് ബ്ലാങ്ക് ആയിട്ട് നമ്മുടെ സാധാരണ ബോണ്ട് പേപ്പർ പോലെ A4 സൈസ് ഒരു പേപ്പർ പോലെ വൈറ്റ് പേപ്പർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പൊ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരൊറ്റ തവണ സിംഗിൾ ക്ലിക്ക് ആണ്. അതായത് ഏത് കാര്യത്തിനെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിലോട്ട് മൗസ് ഇങ്ങനെ ഒന്ന് വെക്കുക. അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി, അല്ലാതെ ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇപ്പൊ ഈ ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു MS വേർഡ് ഓപ്പൺ ആയി വരും. ഇപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ടേബിൾ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 4 കോളം ഉണ്ട്. നെയിം ഉണ്ട്, പിന്നെ 3 സബ്ജക്റ്റിന്റെ പേര്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഹിന്ദി. 3 കോളം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോളത്തിലോട്ട് ഈ ഒരു ടേബിളിലോട്ട് നമുക്ക് എങ്ങനെയാണ് പുതിയ ഒരു കോളം ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നി ഈ നെയിമിന്റെ തൊട്ടിപ്പുറത്ത് സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം വേണമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാൻ അങ്ങ് മറന്നുപോയി. നമ്മള് ടേബിൾ എല്ലാം ക്രിയേറ്റും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യും, നമുക്ക് പുതിയൊരു കോളം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എവിടാണോ നമുക്ക് കോളം ആഡ് ചെയ്യേണ്ടത് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചെറിയ ചെറിയ ബോക്സുകൾക്കെല്ലാം നമ്മൾ സെൽ എന്ന് പറയും. അതായത് സ്മോൾ റെക്ടാങ്കുലർ ബോക്സ്, സെൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെല്ലില്, ഇപ്പൊ ഇവിടെ മൊത്തം 5 സെല്ലുണ്ട്. അതായത് ഈ കാണുന്ന ഈ ബോക്സ് താഴോട്ട് 5 എണ്ണമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതേലും ഒരു സെല്ലില് മൗസ് ചുമ്മാ കൊണ്ടൊന്ന് വെക്കുക. ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല, ചുമ്മാ കൊണ്ട് വെച്ചാലും കുഴപ്പമില്ല. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ചുമ്മാ നമ്മൾ മൗസ് കൊണ്ട് വെച്ചാലും കുഴപ്പമില്ല, ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ബാക്കി നമ്മൾ തന്നെ ചെയ്തു പോകും. കാരണം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് വന്നു. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ പുതിയ കോളം ഇൻസേർട്ട് ചെയ്യുവാണ്. സോ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഇൻസേർട്ടിലോട്ട് ഇങ്ങനെ മൗസ് വെച്ചപ്പോ തന്നെ ഇൻസേർട്ടിനകത്ത് ഒരു 5 ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കിങ്ങനെ റൈറ്റ് സൈഡില് കാണാൻ പറ്റും. അപ്പൊ ഈ ഇൻസേർട്ടിലോട്ട് മൗസ് വെക്കുക, ദെൻ വലത്തോട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഈ അടുത്ത പേജിലോട്ട് വന്നിട്ടുണ്ട്. അത് പേജ് എന്നല്ല, അടുത്ത ഈ ഒരു ബോക്സിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സൂക്ഷിച്ച് അതിനകത്ത് നോക്കുക, നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുക. നോക്കി അതിനെ സമാധാനമായിട്ടൊന്ന് വായിക്കുക. ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ്, ഇൻസേർട്ട് കോളം ടു ദി റൈറ്റ്, ഇൻസേർട്ട് റോ എബവ്. അപ്പൊ അത് വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് കോളമാണ്. സോ നമുക്ക് റോയുടെ ഓപ്ഷൻ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻസേർട്ട് റോ ബിലോ, അതും നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ ചെയ്യുന്നത് കോളമാണ്. ദെൻ ഇൻസേർട്ട് സെല്ല്, നമുക്ക് സെല്ലും ആവശ്യമില്ല. അപ്പൊ ഇതിനകത്തെയാണ് നമുക്ക് ആവശ്യം. നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെല്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ നമുക്ക് പുതിയൊരു കോളം വേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയത്തില്ലേ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെഷീനാണ്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. യൂസർ നമ്മൾ ചെയ്യണം. അപ്പം നമുക്കറിയാം ഇതിനകത്തെ കോളം ലെഫ്റ്റിലാണ് നമുക്ക് വേണ്ടത്. സോ ഇൻസേർട്ട് കോളം ലെഫ്റ്റ് എന്നുള്ളിടത്ത് ഇതിനകത്ത് എവിടെയെങ്കിലും ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക. ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുതിയ ഒരു കോളം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആണ്, ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഇനി ഈ കോളത്തിന് നമുക്ക് സീരിയൽ നമ്പർ എന്ന് പുതിയ പേര് കൊടുക്കാം. അപ്പം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. പുതിയ റോ ആഡ് ചെയ്യുന്നതാണെങ്കിലും പുതിയ കോളം ആഡ് ചെയ്യുന്നതാണെങ്കിലും അല്ല. അപ്പം ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കോളം ആഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ കോളം ചെയ്യാന് പ്രയാസം ഒന്നുമില്ല, സിമ്പിളാ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എവിടെയാണോ കോളം വേണ്ടത്. ഇപ്പൊ നമുക്ക് ഈ സീരിയൽ നമ്പറിന്റെ തൊട്ടിപ്പുറത്താണ് ഒരു കോളം വേണ്ടത്. അപ്പൊ ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഈ കോളത്തിലെ ഈ കാണുന്ന സെല്ലുകൾ എന്ന് പറഞ്ഞാൽ
ഈ കാണുന്ന ബോക്സസ് റെക്ടാങ്കുലർ ബോക്സസ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെല്ലിലോട്ട് മൗസ് വെക്കുക. മൗസ് ചുമ്മാ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് കുറെ ഓപ്ഷൻസ് കാണാം. അതിനകത്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തില് ഇങ്ങനെ വെച്ചാൽ മതി. വെക്കുമ്പോൾ തന്നെ അടുത്ത ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇനി ചില സിസ്റ്റത്തിൽ ഇങ്ങനെ കാണത്തില്ല എങ്കിൽ നിങ്ങൾ ആ ഇൻസേർട്ട് എന്ന് പറയുന്നതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. അപ്പൊ അത് നമ്മൾ സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് ആവശ്യം പുതിയൊരു കോളം ആണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെല്ലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് കോളം ടു ലെഫ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളം തൊട്ടിപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് പറ്റും. ഇപ്പം ലെങ്ത് കുറവായോണ്ടാണ് ഇങ്ങനെ നമുക്കൊരു കോളം ഇവിടെ വന്നത്. ഇതിന്റെ വലിപ്പം നമുക്ക് കൂട്ടണമെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു കോളം. അപ്പൊ ഇതിന്റെ ഈ വരയുടെ എവിടെയും ഇങ്ങനെ മൗസ് വെക്കുക. ഈ വരയുടെ കണ്ടോ, ഇവിടെ വെച്ചാലും താഴോട്ട് വെച്ചാലും ഈ വരയുള്ള എവിടെ കൊണ്ട് മൗസ് ചുമ്മാ വെച്ചാലും ഒരു ഡബിൾ സൈഡ് ആരോ ഇങ്ങനെ കാണാം. അപ്പൊ ചുമ്മാ നമ്മളിങ്ങനെ വെച്ചാ മതി. ഇങ്ങനെ മൗസ് കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വെക്കുക. വെച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു മൗസ് ഒന്ന് അനക്കിയൊക്കെ ഒന്ന് വെക്കുക. വെച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യം ആ വരയിൽ വെക്കണം. ആ വരയിൽ വെച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലോട്ട് ഒരു ആരോ കാണാൻ പറ്റും. അപ്പൊ ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിങ്ങനെ പുറകോട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ ലെങ്ത് കൂടും. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത് ആയി കഴിയുമ്പോൾ മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വലിപ്പം കൂട്ടുന്നത്. അപ്പൊ വലിപ്പം കൂട്ടാനും ഒക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോ നമുക്ക് ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഇതിന്റെ നീളം കൂടെ കൂട്ടണമെങ്കിൽ, നീളമല്ല ഇതിന്റെ വീതി കൂടെ കൂട്ടണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. ഈ സീരിയൽ നമ്പർ എന്നുള്ള ഈ വരയുടെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ട് മൗസ് ഒന്ന് വെക്കുക. ഈ കാണുന്ന വരയുടെ എവിടെയെങ്കിലും വെക്കുക. വെച്ച് കഴിയുമ്പോൾ പിന്നെ സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെ വെച്ചാലും ആ വരയിൽ വെക്കണം. വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് രണ്ട് സൈഡിലോട്ട് ഒരു ആരോ കാണാം. ഇനി ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ അത് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ വീതി കൂടി വരും. അപ്പൊ ഇങ്ങനെ ഏത് കോളത്തിന്റെ വേണമെങ്കിലും നമുക്ക് അതിന്റെ വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പുതിയൊരു കോളം, ഈ ഹിന്ദി എന്ന് പറയുന്ന കോളത്തിന്റെ അപ്പുറത്ത് അടുത്തൊരു കോളം വേണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. ഈ ഹിന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിനകത്തെ ഏതൊരു സെല്ലിൽ വേണമെങ്കിലും മൗസ് കൊണ്ട് വെക്കാം. ചുമ്മാ കൊണ്ട് മൗസ് ഒന്ന് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറെ ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇനി നോക്കണം നമുക്ക് എവിടാണ് പുതിയ കോളം വേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിന്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? നമുക്ക് വേണ്ടത് റൈറ്റിലാണ്. സോ ഇൻസേർട്ട് കോളം ടു റൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു കോളം ഇവിടെ വന്നിട്ടുണ്ട്. ചുമ്മാ ഒരു സബ്ജക്റ്റിന്റെ പേര് നമ്മളൊന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിതിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ്. ഈ ഒരു വരയിലോട്ട് മൗസ് വെക്കുക, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ മൗസ് മൂവ് ചെയ്യുക. കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രാഗ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള അത്രയും വലിപ്പം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് പുതിയ കോളം നമുക്ക് എവിടെ വേണേലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ വലിപ്പവും നമുക്ക് കൂട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമുക്കൊരു പുതിയ കോളം വേണ്ടത്. അല്ലെങ്കിൽ ഈ നെയിം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം, ഇതിന്റെ ഏതേലും നമുക്ക് ഇതിന്റെ ഇടയ്ക്കാണ് വേണ്ടത്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് എവിടാണ് പുതിയ കോളം വേണ്ടത്. ഇപ്പൊ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നതിന്റെ ഇടയ്ക്കാണ് നമുക്ക് കോളം വേണ്ടതെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്താലും മലയാളത്തിൽ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിൽ നിന്നും ഇൻസേർട്ട് എടുത്തു. ഇനി ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സെലക്ട് ചെയ്ത
കോളത്തിന്റെ എവിടാണ് നമുക്ക് പുതിയ കോളം, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ റൈറ്റിലാണ് നമുക്ക് പുതിയൊരു കോളം വേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പം നമ്മൾ അപ്പുറത്തെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പുതിയ കോളം ആക്കുന്നത് കൂടെ കാണിച്ചു തരാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഈ മലയാളം എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസേർട്ട് എടുത്തു, അതിൽ നിന്നും ഈ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇൻസേർട്ട് കോളം നമുക്ക് ലെഫ്റ്റ് ആണ്, കാരണം ഇംഗ്ലീഷിന്റെ മലയാളത്തിന് നടുക്കാണ് വേണ്ടത്. അപ്പം റൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത്. സോ നമുക്ക് ലെഫ്റ്റ് ചൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വന്നു. അപ്പൊ എവിടെ വേണേലും പുതിയ കോളം നമുക്ക് ആഡ് ചെയ്യാന്, ഇപ്പൊ അപ്പുറത്തെ ആണേലും ഇപ്പുറത്തെ ആണേലും ഒക്കെ സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എളുപ്പമുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അതിലുപരി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കാണുന്നവരൊക്കെ, സിസ്റ്റം ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം, സിസ്റ്റം എടുത്ത് ഒരു ടേബിൾ ഉണ്ടാക്കി പുതിയ കോളം ആഡ് ചെയ്ത് അതുപോലെ തന്നെ അതിന്റെ വലിപ്പം ഒക്കെ കൂട്ടി ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചെയ്യുക. നാളെ അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.